ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് 8-ാം ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു തീരാ ദുഃഖം നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുകയാണ്. 1973 മുതൽ പരിശുദ്ധ അമ്മ ജപ്പാനിലെ അക്കീത്തായിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് അമ്മ നൽകിയ ഒരു സൂചനയുണ്ടായിരുന്നു. വരും കാലങ്ങളിൽ പിശാച് വൈദികരെയും സന്യസ്തരെയും മെത്രാന്മാരെയും കൂടുതലായി നോട്ടമിടാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ തീരാ ദുഃഖം അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ പാപാവസ്ഥ തന്നെയാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ: അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ലേവ്യരുടെ പുസ്തകമാണ്. കർത്താവിന് പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ട ലേവ്യരുടെ പുസ്തകത്തിലെ വചനഭാഗമാണ്. നിങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി ശുദ്ധീകരിച്ച് മാറ്റി നിർത്തുവിൻ എന്ന് വചനം പറഞ്ഞു വെക്കുന്നു. വീണ്ടും റോമാലേഖനമുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. കോൺസക്രേഷൻ, മുഴുവനായും കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഈ വചനഭാഗത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് പൗലോസ്ലീഹ. വീണ്ടും റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ: സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. 1946 മുതൽ മോന്തേക്യാരോ എന്ന കൊച്ചു പട്ടണത്തിൽ പിയറീന എന്ന ഒരു നേഴ്സിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു വയലറ്റ് വസ്ത്രം ധരിച്ച് ഹൃദയഭാഗത്ത് 3 വാളുകൾ. പിന്നീട് അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഈ 3 വാളുകളുടെ അർത്ഥം: ദൈവവിളി സ്വീകരിച്ച് പൗരോഹിത്യവും സന്യാസവും സമർപ്പിത ജീവിതവും എല്ലാം സ്വീകരിച്ചവരുടെ ഇറങ്ങിപ്പോക്ക്. ദൈവവിളി നശിപ്പിച്ചു പോയവരെ ആദ്യത്തെ വാള് സൂചിപ്പിക്കുന്നു. 2-ാമത്തെ വാള് മാരക പാപാവസ്ഥയിൽ കഴിയുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ 3-ാമത്തെ വാള് സഭയ്ക്കകത്ത് തുടർന്നുകൊണ്ട് തന്നെ യൂദാസിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന വൈദികരെയും സന്യസ്തരെയും സൂചിപ്പിക്കുന്നു. മോന്തേക്യാരോയിൽ പരിശുദ്ധ അമ്മ നൽകിയ ദർശനത്തിൽ പിന്നീട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒരു വെള്ള വസ്ത്രം ധരിച്ച് ഹൃദയഭാഗത്ത് 3 പൂക്കൾ, ഒരു വെള്ള, സ്വർണം, ചുവന്ന പുഷ്പങ്ങൾ. ഈ പുഷ്പങ്ങളുടെ അർത്ഥം ഇതായിരുന്നു: പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. ഈ വഴികളിലൂടെ വൈദികനോ സന്യാസിയോ സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോ വീണുപോയാൽ തിരികെ വരാം എന്നമ്മ പഠിപ്പിച്ചു. അപ്പോൾ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. ഭൂലോകത്തിന്റെ വിജയരാജ്ഞി എന്നുള്ള ഗ്രന്ഥത്തിൽ സിസ്റ്റർ നത്താലിയായ്ക്ക് ഈശോ നൽകിയ ദർശനങ്ങളാണ്. വൈദികരോട് പരിശുദ്ധ അമ്മ പറയുകയാണ്: എൻ്റെ പ്രിയ പുരോഹിതരെ, വിശുദ്ധിയുടെ തിളങ്ങുന്ന മേലങ്കി നിങ്ങൾ അണിയുവിൻ. ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും ആത്മീയ അന്ധകാരത്തിലും ഭയാശങ്കയോടെ എനിക്ക് വേണ്ടി തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നവരുടെ മേൽ ഈ മേലങ്കി പ്രകാശം പരത്തട്ടെ. അവരെ വിധിക്കരുത്. അശ്രദ്ധ മൂലം അവർ ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമകളായി തീരുന്നു. ഒറ്റപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക്, ഉപേക്ഷിക്കപ്പെട്ട പുരോഹിതാത്മാക്കളിലേക്ക് കൃപയുടെ പ്രകാശം പരത്തുക. അവരുടെ മുറിവുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്തുക. അവർക്ക് സമയം ഇനിയും അനുവദിക്കുന്ന നാളിൽ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം. ഇത് മറക്കാതിരിക്കുക. നിങ്ങൾ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തരുന്നത്. വീണ്ടും അമ്മ തുടരുകയാണ്: എൻ്റെ പ്രിയപ്പെട്ട പുരോഹിത പുത്രരെ, നിങ്ങളുടെ ദൈനംദിന ജീവിതം ആനന്ദവും സന്തോഷവും പ്രസരിപ്പിക്കട്ടെ. സ്വർഗത്തിലെ ആത്മാക്കളുടെ സന്തോഷം ഈ ഭൂമിയിലെ ജീവിതത്തിൽ പ്രകടമാക്കുക. സ്വർഗം ഭൂമിയിൽ ജീവിക്കാനാണ് വൈദികരോട്, അതുവഴി സമർപ്പിതരോടും പരിശുദ്ധ അമ്മ
ആവശ്യപ്പെടുന്നത്. അമ്മയുടെ തീരാദുഃഖം വൈദികരുടെയും കർത്താവിന് വേണ്ടി സമർപ്പിച്ചവരുടെയും പാവാവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്നത്തെ ഈ ദിവസം പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരും സന്യസ്തരും പാപാവസ്ഥകളിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി തിരികെ വരട്ടെ. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ ജലത്താൽ ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈദികരെയും സമർപ്പിത സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാം വിശുദ്ധീകരിക്കണമേ. ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, സമർപ്പിതരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും അമ്മയുടെ കരതാരിൽ വിശുദ്ധിയിൽ കാത്ത് സംരക്ഷിക്കണമേ. ആമേൻ. ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരംഭിക്കാം. യേശുവേ, അങ്ങയുടെ തിരുരക്തക്കോട്ട, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ട, വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണക്കോട്ട, വിശുദ്ധാത്മാക്കളുടെ ശക്തിക്കോട്ട, എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി അങ്ങ് കെട്ടിയൊരുക്കണമേ, പണിതുയർത്തണമേ, നിലനിർത്തണമേ. വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നുവരുന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങൾ, പ്രലോഭനങ്ങൾ, സാന്നിധ്യങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി അങ്ങയുടെ വിശുദ്ധ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. പരിശുദ്ധ അമ്മേ, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന മാതാവേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, നരക സർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയണമേ. ഈശോയുടെ തിരുനാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു. നസ്രായനായ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നെയും എൻ്റെ സമൂഹത്തെയും വിട്ടുപോവുക. നിത്യ നരകാഗ്നിയിലേക്ക് പോവുക. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിനെ
ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവെ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ശിമെയോൻ പ്രവചിച്ചു. നസ്രത്തിലെ ആ പാവം പെൺകുട്ടിക്ക് അതിൻ്റെ ഒന്നും പൊരുള് മനസ്സിലായില്ല. ശങ്ക മനസ്സിലേക്ക് കടന്നു വന്നു. പതിയെ അതൊരു വ്യാകുലമായി. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം. ഈജിപ്തിലേക്കുള്ള പലായനം. കൈക്കുഞ്ഞുമായി കാതങ്ങൾ കുഞ്ഞിൻ്റെ ജീവനം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര. വന്യമൃഗങ്ങളിൽ നിന്നും വധിക്കുവാൻ തേടുന്നവരിൽ നിന്നും കുഞ്ഞുണ്ണിയെ രക്ഷിക്കുവാനുള്ള ആ പാച്ചിൽ ഒരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലം. 12-ാം വയസ്സിൽ ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സംഭവം. ചങ്ക് പിടയുന്ന വേദനയുമായി 3 ദിവസം അവർ ഉണ്ണിയെ കാണാതെ അലഞ്ഞു നടന്നു. അതൊരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ
അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ 4ാമത്തെ വ്യാകുലം. കുരിശ് ചുമക്കുന്ന ഈശോയെ അമ്മ കണ്ടുമുട്ടുന്നു. താൻ ഉദരത്തിൽ കരുതലോടെ വഹിച്ചവൻ താങ്ങാൻ കഴിയാത്ത കുരിശുമരം തോളിലേന്തി യാത്രയാകുന്ന കാഴ്ച അമ്മയ്ക്ക് വലിയൊരു വ്യാകുലമായി. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ 5ാമത്തെ വ്യാകുലം. ഈശോയുടെ കുരിശുമരണം. തൻ്റെ പൊന്നുമകൻ കുരിശിൽ ജീവൻ വെടിയുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ നിസ്സഹായാവസ്ഥ. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ.
പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ വ്യാകുലം. ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. സംസാരമൊന്നുമില്ല. ഒരല്പനേരം അവസാനമായി മകനെ മടിയിൽ അമ്മ ചേർത്ത് വയ്ക്കുന്നു. ഈശോയുടെ ചേതനയറ്റ ശരീരം എത്ര വേദനയോടുകൂടിയായിരിക്കും അമ്മ തൻ്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചത്. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം, സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. പരിശുദ്ധ അമ്മയുടെ 7ാമത്തെ വ്യാകുലം. ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു. അമ്മയും മകനും വേർപിരിയുകയാണ്. ഇനി എന്ന് കണ്ടുമുട്ടും അമ്മയ്ക്കറിഞ്ഞുകൂടാ. അവസാനമായി അമ്മ യാത്ര പറയുകയാണ്. ഒരു വലിയ വ്യാകുലമായി അത് നിലകൊണ്ടു. വലിയ മണികളിൽ, ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. ചെറിയ മണികളിൽ 7 പ്രാവശ്യം, സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. സമർപ്പണ പ്രാർത്ഥന. അമ്മേ മാതാവേ, വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. അമ്മ ഞങ്ങൾക്കായി ചിന്തിയ രക്തക്കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിശബ്ദമായി ആവശ്യങ്ങൾ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ അമ്മേ, ഞങ്ങളുടെ മാതാവേ, അമ്മയുടെ രക്തക്കണ്ണുനീരിനാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.